2026 മെയ് മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. ചിങ്ങക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും ചേർന്നതാണ് ചിങ്ങക്കൂർ എന്ന് പറയുന്നത്. അപമാനം, അതായത് മാനഹാനി ഒക്കെ ഉണ്ടാവാനൊരു സാധ്യത പല രീതിയിലും കാണുന്നുണ്ട്. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ സാധിക്കുന്നു. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് രക്ഷപ്പെടാൻ സാധിക്കുന്നു. ചിലപ്പോൾ ആൾക്കാർ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെക്കുറിച്ച് കെട്ടിച്ചമച്ച കഥകൾ കൊണ്ട് മെനഞ്ഞെടുത്തതായിരിക്കാം ആ ഒരു പരാതി. അതെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടി സ്വതന്ത്രരാകുന്നു. അതുപോലെ കലഹം, വഴക്ക് എന്നിവ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. മറ്റുള്ളവരുമായിട്ട് നിങ്ങൾക്കുള്ള കലഹവും അവർ നിങ്ങളോടുള്ള ദേഷ്യവും അതെല്ലാം മാറിക്കിട്ടി പിണക്കവും എല്ലാം മാറിക്കിട്ടുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വിചാരിക്കുന്ന കാര്യങ്ങൾ എല്ലാം നടത്തി കിട്ടുന്നതിനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നതെല്ലാം മാറിക്കിട്ടുന്നു. അതുപോലെ പൊതുപ്രവർത്തകർക്ക്, രാഷ്ട്രീയപരമായിട്ടുള്ള പൊതുപ്രവർത്തകർക്കും അതുപോലെ ഉദ്യോഗസ്ഥർക്കും ഒരു പ്രൊമോഷൻ ലഭിക്കാം, അവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ പ്രവർത്തകരിൽ പലരും പൊതുപ്രവർത്തകരിൽ പലരും ഭാഗ്യമുള്ളവരൊക്കെ ഇലക്ഷനിൽ നിന്ന് ജയിക്കുകയാണെങ്കിൽ ആ തസ്തികയിലേക്കുള്ള ഒഴിവുകളിൽ നിങ്ങളുടെ താഴെയുള്ള ആൾക്കാരെ പ്രൊമോഷൻ ചെയ്യുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിനുള്ള സാധ്യത, അതുമൂലം ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൂട്ടിക്കിട്ടുന്നതിനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. ചിലർക്ക് അധികാര പദവികൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ പല ആപത്തുകളിൽ നിന്നും ഒഴിവാകാൻ സാധിക്കുന്നു. അതുപോലെ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും സാധിക്കുന്നു. മഹാവ്യാധി ഉണ്ടെന്ന് ഉള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേരുകയും മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്തിരുന്നതെല്ലാം മാറിക്കിട്ടുന്നു. അതുപോലെ മഹാവ്യാധി ഒന്നും പരിശോധനയിൽ നിങ്ങൾക്കില്ല എന്ന് തെളിയിക്കുന്നു. എല്ലാവർക്കുമല്ല, ചിലർക്കാണ്. അങ്ങനെ പൂർണ്ണ സുഖം അവർക്ക് മനസ്സിൽ കിട്ടുന്നു. വേറെ മഹാവ്യാധികളൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കുന്നു ടെസ്റ്റിൽ. അതുപോലെ ധനലാഭം, ശ്രമിച്ചാൽ പല വഴികളിലും നല്ല രീതിയിൽ ധനലാഭം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട് ഈ മാസം. അതുപോലെ കാലിലും മറ്റു ചില ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന പുണ്ണ്, അല്ലെങ്കിൽ അവിടെ ഓപ്പറേഷൻ ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള തഴമ്പുകൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. അതുമൂലമുള്ള പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നു. ഇനി ആരെങ്കിലും ഈ ശരീരത്തിൻ്റെ കയ്യിലൊക്കെ വച്ചിരിക്കുന്ന സ്റ്റീൽ അകത്ത് വച്ചിരിക്കുകയാണെങ്കിൽ അത് സർജറി മൂലം തിരിച്ചെടുത്തിട്ട് അവർക്ക് സുഖം പ്രാപിക്കുന്നു. അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരാതെ രക്ഷിക്കുന്നു. അതുപോലെ രക്തസംബന്ധമായ രോഗങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നു. രക്തത്തിൽ അണുബാധ മൂലമോ അല്ലാതെ മിനറൽസിൻ്റെയോ വൈറ്റമിൻ്റെയൊക്കെ കുറവ് മൂലമുള്ള അസുഖങ്ങൾക്ക് പൂർണ്ണ സുഖം ലഭിക്കുന്നു. അണുബാധ പൂർണ്ണമായി മാറിക്കിട്ടുന്നു. മനോവിചാരങ്ങളായ ഡിപ്രഷൻ മുതലായവ മാറിക്കിട്ടുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ വാതരോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായി സുഖം ലഭിക്കുന്ന ആർക്കെങ്കിലും ഈ ചിങ്ങക്കൂറുകാർക്ക് വാതരോഗമുണ്ടെങ്കിൽ, കാലുവേദന, കൈവേദന, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും ഒരു ഭാഗ്യമുണ്ട്. അതുപോലെ ദാമ്പത്തിക കലഹം ഉണ്ടായിരുന്നതെല്ലാം മാറിക്കിട്ടുന്നു. അതുപോലെ അത് ഒത്തുതീർപ്പാക്കുന്നു. ഏതെങ്കിലും രീതിയിൽ കോടതികളിലൊക്കെ കേസ് നിലവിലുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. അതായത് ഫാമിലി കോർട്ടിലുള്ള കേസുകളെല്ലാം പിൻവലിച്ച് ഒരുമിച്ച് ദമ്പതിമാർ ജീവിക്കുന്നു. വിദേശത്ത് സ്ഥിരം തങ്ങേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ചില ചിങ്ങക്കൂറുകാർക്കുണ്ട്. അതുപോലെ യാത്രാ മൂലമുള്ള ദുരിതങ്ങൾ മാറിക്കിട്ടുന്നു. യാത്രയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസമുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നതിന് ബുദ്ധിമുട്ടെല്ലാം മാറിക്കിട്ടുന്നു. അതുപോലെ പല രീതിയിലും അവർക്ക് നന്മകൾ ലഭിക്കുന്ന ഒരു സമയമാണ്. അവരുടെ കഷ്ടപ്പാടുകൾ മാറി അതെല്ലാം ഗുണം കിട്ടുന്ന ഒരു മാസമാണിത്. പിന്നെ ചില ഗ്രഹങ്ങൾ മോശം രാശികളിലായിരുന്നതിനാൽ ചില മോശഫലങ്ങളും ലഭ്യമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മേലുദ്യോഗസ്ഥൻ ലീവായതിനാൽ അധിക ചുമതല കൂടി നിങ്ങൾക്ക് വഹിക്കേണ്ടതായിട്ട് വന്നേക്കാം. മേലുദ്യോഗസ്ഥൻ ഏതെങ്കിലും തരത്തിൽ ദൂരസ്ഥലത്തിലേക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ഔദ്യോഗികപരമായിട്ട് പോവുകയോ അല്ലെങ്കിൽ അദ്ദേഹം ലീവ് എടുക്കുകയോ ചെയ്താൽ ആ പദവി കൂടി നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ജോലിഭാരം നിങ്ങൾക്ക് കൂടിയിരിക്കും. വിദ്യാർത്ഥികൾക്ക് ചില വിദ്യാ തടസ്സം വരുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു തരത്തിലും പ്രക്ഷോഭപരമായ ഒരു നടപടികളിലും വിദ്യാർത്ഥികൾ ചെന്ന് ചാടാണ്ടിരിക്കുക. ഒരിക്കലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ രാജ്യകാര്യങ്ങൾ, സർക്കാർപരമായ കാര്യങ്ങൾ മുതലായവ നിങ്ങൾ ആരോടും സംവാദം നടത്തരുത്. രാജ്യത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ സംവാദം നടത്തിയാൽ അത് ഒരുപക്ഷെ രാജ്യദ്രോഹമായി തീരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത്തരം സംവാദങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾക്ക് സൂക്ഷിക്കുക.
അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഏത് നാട്ടിലാണോ ജീവിക്കുന്നത് ആ നാട്ടിലെ സർക്കാർ നിങ്ങളോട് വിരോധം തോന്നുകയും അതുമൂലം നിങ്ങൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും സർക്കാരിൽ നിന്നും ഉണ്ടാകുകയും ചെയ്യും. അത് മീഡിയ വഴി ആയാലും അല്ലാതെ ആയിരുന്നാലും നിങ്ങൾ ഒരു തരത്തിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തരുത്. മോശമായിട്ടുള്ള സമയമാണ്. സൂക്ഷിച്ചാൽ സുഖമായി ജീവിക്കാം. അഷ്ടമശനി കാലമാണ്. ഈശ്വരാധീനം കുറയാം എന്നുള്ളതിനാൽ കൃത്യമായിട്ടുള്ള ഉപാസന, ആരാധന, ജപം അതെല്ലാം നിങ്ങൾ മതപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് കുറേ ആപത്തുകളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി മകനക്ഷത്രക്കാർക്ക് ഇത് ഈ സിംഗപ്പൂരിലുള്ള ആൾക്കാരുടെ നക്ഷത്രങ്ങൾ അത് വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. മകം നക്ഷത്രക്കാർക്കുള്ളതാണ്. 2.5 വയസ്സ് വരെയുള്ള മകൻ നക്ഷത്രക്കാർക്ക് ചിലർക്ക് വളരെ മോശമായ ഒരവസ്ഥയാണ്. രോഗം, ദാരിദ്ര്യം, കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാവാനൊരു സാധ്യത കാണുന്നുണ്ട്. 2.5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഉള്ളവർക്ക് തടസ്സമില്ലാതെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. എന്ത് തടസ്സം ഉണ്ടാകുമെന്ന് വിചാരിച്ചാൽ തന്നെയും തടസ്സമില്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ചിലപ്പോൾ ഒരു വർഷം ചിലപ്പോൾ തടസ്സപ്പെടാനൊരു സാധ്യത കാണുന്നുണ്ട്. എല്ലാവർക്കുമല്ല, ചില മകൻ നക്ഷത്രക്കാർക്ക്. അതുപോലെ അതെല്ലാം അവർക്ക് എല്ലായിടത്തും അവസാന നിമിഷം അവർക്ക് ഭാഗ്യത്തിൻ്റെ ഒരു ആനുകൂല്യം കിട്ടുകയും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുന്നു. 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അത് എങ്കിലും ഉന്നത വിദ്യാഭ്യാസം അവർക്ക് ലഭിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. വിദേശവാസം കാണുന്നുണ്ട്. ശരീരത്തിൽ മുറിവ്, ചതവ്, ഒടിവ് എന്നിവ വരുന്നതിനും ഒരു ചെറിയ സർജറി നടക്കുന്നതിനുമുള്ള സാധ്യത കാണുന്നുണ്ട്. ബന്ധുജനങ്ങളുടെ ഉറ്റ ബന്ധുക്കളാരോ മരിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ഈ സമയം ചിലർക്ക് വിവാഹം നടക്കാം. സന്താനഭാഗ്യം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് പലതരം പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ തുടങ്ങാം. ദാമ്പത്യ പ്രശ്നം തുടങ്ങാം, സാമ്പത്തിക പ്രശ്നം തുടങ്ങാം. എന്നിരുന്നാൽ തന്നെയും അവർ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. ദമ്പതിമാർ തമ്മിൽ ചില ദാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വേർപിരിഞ്ഞു പോകുന്നതിനും അല്ലെങ്കിൽ കോടതിയിൽ കേസ് വരുന്നതിനും അല്ലെങ്കിൽ പിന്നെ അവർ ജോലി സംബന്ധമായിട്ട് രണ്ടുപേരും 2 നാട്ടിൽ താമസിക്കുന്നതിനും ഉള്ള ഏതൊരു വേർപിരിവ് അവിടെ കാണുന്നുണ്ട്. ഇതിൽ ചിലർക്ക് പുനർവിവാഹം നടത്തുന്നതിനും കൂടി ഒരു യോഗം കാണുന്നുണ്ട്. അതുപോലെ അവർക്ക് മനസ്സിനിണങ്ങിയ ജോലി ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. പുതിയ വാഹനം വാങ്ങാം. അതുപോലെ പുതിയ ഗൃഹം അവർക്ക് ഗൃഹം വാങ്ങുന്നതിനുള്ള ഒരു ഭാഗ്യം അവർക്കുണ്ട്. 36 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഉള്ളവർക്ക് ചില വൈദ്യസഹായം അവർക്ക് വേണ്ടി വന്നേക്കാം. അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ ബുദ്ധിമുട്ടുകളാണ് ശാരീരികപരമായിട്ട്. അത് മേജർ ആയിട്ടുള്ള സർജറികളൊന്നുമല്ല. ചില അവയവത്തിനൊരു സർജറി വേണ്ടി വരാം. അത് വയറ് സംബന്ധമായതാണ് കാണുന്നത്. അപ്പൻഡിക്സ്, ഹെർണിയ, പൈൽസ് മുതലായവ പോലുള്ള അവയവങ്ങൾക്കുള്ള പ്രശ്നങ്ങളാണ് കാണുന്നത്. അവർക്ക് പുതിയ വീട്, വാഹനം എന്നിവ വാങ്ങുന്നതിനും ഭാഗ്യം ഈ സമയം കാണുന്നുണ്ട്. 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് കാര്യങ്ങളെല്ലാം വിചാരിക്കുന്ന രീതിയിൽ നടന്നു പോകുന്ന ഒരു സമയമാണ്. എന്നിരുന്നാൽ തന്നെയും അവർ എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് വളരെ പരിചയസമ്പന്നരും അവർക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നതുമായ ആൾക്കാരുടെ അഭിപ്രായം തേടിയിട്ട് വേണം അവർ പുതിയ സംരംഭങ്ങൾ അവർ തുടങ്ങുന്നതിന് വേണ്ടി. അല്ലെങ്കിൽ നഷ്ടം വരാനും കൂടി സാധ്യതയുണ്ട്. പക്ഷേ ആലോചിച്ച് വളരെ സാവധാനം എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വളരെയധികം വിജയം കിട്ടാനും ഉള്ള സാധ്യത കാണുന്നുണ്ട്. വെപ്രാളപ്പെടാതിരുന്നാൽ മതി. 61 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം ധനം സമ്പാദിക്കേണ്ട ഒരു സമയമാണ്. അവർക്ക് മനസ്സമാധാനവും ശാരീരിക സുഖവും സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇവർക്ക് വലിയൊരു സംഭാവന കാഴ്ചവെക്കുന്നതിനും കൂടി അവർക്ക് ഭാഗ്യം ലഭിക്കുന്നു. അടുത്ത പൂരം നക്ഷത്രക്കാർക്കുള്ളതാണ്. 15 വയസ്സ് വരെയുള്ള പൂരം നക്ഷത്രക്കാർക്ക് ബന്ധുക്കളുടെ ഒത്തുചേരലുകൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കാം ഈ സമയം. വിദ്യാഭ്യാസം യാതൊരു തരത്തിലും ഒരു തടസ്സമില്ലാണ്ട് നടന്നു പോകുന്നതിനുള്ളൊരു ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിത്രരചന, പിന്നെ അങ്ങനെയൊക്കെയുള്ള നാടകം, സിനിമ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കലകളിലെല്ലാം അവർക്ക് പഠിക്കുന്നതിനും അതിൽ അഭിനയിക്കുന്നതിനും മറ്റുള്ള യോഗങ്ങൾ അവർക്ക് ഇതിൽ കാണുന്നുണ്ട്. 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഉള്ളവർക്ക് പല തരത്തിലുള്ള ദുഃഖങ്ങൾ ചിലർക്ക് വരാം. ധനനഷ്ടം വരാം. വളരെയധികം സൂക്ഷിക്കുക. വാഹന അപകടങ്ങളൊക്കെ നടക്കേണ്ട ഒരു സമയമായതിനാൽ സൂക്ഷിച്ച് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുക. ഇവർ ഈ സമയം വിദേശത്തോ അന്യ സംസ്ഥാനങ്ങളിലേക്കോ അവർ പോയി താമസിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അത് ചിലപ്പോൾ അച്ഛനമ്മമാരുടെ ജോലി സംബന്ധമായിട്ട് ഉള്ള ഇതുകൊണ്ട് അവിടെ വിദൂര സ്ഥലത്തേക്ക് പോകണതും കൂടി ആകാം.
അതല്ലെങ്കിൽ ഇവർക്ക് ഉപരിപഠനാർത്ഥം വിദേശത്ത് പോകുന്നതിനും കൂടി ഒരു സാധ്യത കിട്ടുന്നുണ്ട്. ഇതിൽ ചിലർക്ക് സ്പെഷ്യലായിട്ടുള്ള സ്കോളർഷിപ്പ് വിദേശ നാടിൻ്റെ ലഭിക്കുന്നതിനും അവിടെ പോയി താമസിച്ച് പഠിക്കുന്നതിനുള്ള ഭാഗ്യവും കൂടി കാണുന്നുണ്ട്. 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെ ഉള്ളവർക്ക് ഗുണകരമായ പലതും ലഭിക്കുന്നൊരു സമയമാണ്. സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നു. ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നു. ആഗ്രഹിച്ച പോലെ തന്നെ അവർക്ക് തൊഴിൽ, അവരെന്താണോ ആഗ്രഹിച്ചത് അതിന് ഒരുപടി മുകളിലുള്ള തൊഴിൽ അവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അവർക്ക് ഇഷ്ടവാഹനം ലഭിക്കും. അവർക്ക് വീട് ലഭിക്കുന്നതിനും എല്ലാത്തിനും അവർക്ക് ഭാഗ്യം ലഭിക്കുന്നുണ്ട്. ഉറ്റ മിത്രങ്ങളെയും ലഭിക്കാം. 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ളവർക്ക് ചില സർജറികൾ അവർക്ക് വേണ്ടി വന്നേക്കാം. അത് അല്ലെങ്കിൽ ചില സർജറി അല്ലെങ്കിൽ വിദഗ്ധ ചികിത്സ അവർക്ക് വേണ്ടി വരാം എന്നുള്ളതാണ്. ചിലർക്കാണ്, എല്ലാവർക്കുമല്ല. അത് കൂടുതലും ഇവർക്ക് ചികിത്സ വേണ്ടി വരുന്നത് തീപ്പൊള്ളൽ ആണ്. അത് തീയിൽ നിന്നുള്ള പൊള്ളൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഇടിമിന്നലിൽ നിന്നുള്ള പൊള്ളലൊക്കെ ഏൽക്കേണ്ട ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ ആരെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള കള്ളപ്പരാതികൾ, പോലീസ് പരാതി, കോടതി കേസൊക്കെ കൊടുക്കുന്നതിനും കൂടി ഒരു സാധ്യതയുണ്ട്. 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ളവർക്ക് ജീവിതത്തോട് തന്നെ അവർക്കൊരു വെറുപ്പ് ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം പല രീതിയിലും മനസ്സിന് വിഷമം ഉണ്ടാകാമെന്നുള്ള ഒരു സമയമാണ്. നിരാശ ഉണ്ടാകാം, വെറുപ്പുണ്ടാകാം. അതുപോലെ തന്നെ ബുദ്ധിപരമായി ഒരു കാര്യങ്ങൾക്ക് ഒരു തീരുമാനം തന്നെ എടുക്കാൻ പറ്റാത്തൊരു, സ്വന്തമായി എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ചിലർക്കുണ്ടാകാം. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ വിശ്വസ്തരും ഈ മേഖലയിലെ പരിചയസമ്പന്നരുമായ ആൾക്കാരോട് വളരെയധികം നിങ്ങൾ ആലോചിച്ച് വേണം ഈ സമയം ഒരു തീരുമാനം എടുക്കാൻ. എടുത്തു ചാടി ഈ സമയം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നഷ്ടങ്ങളുണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച മാനസികമായും ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം അവർക്ക് ലഭിക്കുന്നു. സകല ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് കുറച്ചൊരു മോശം സമയമാണ്. ചെയ്യാത്ത കാര്യങ്ങൾക്ക് അപവാദം കേൾക്കേണ്ടതായിട്ട് വരാം. ആരും നിങ്ങളെ അവിശ്വസിക്കേണ്ട ഒരു അവസ്ഥ വരാം. ഇത് ചിലർക്ക് വിദേശവാസവും കൂടി കാണുന്നുണ്ട്. അടുത്ത ഉത്രം നക്ഷത്രത്തിനെ കുറിച്ചുള്ളതാണ്. 10 വയസ്സ് വരെയുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് ഒരു പരിധി വരെ നല്ല സമയമാണ്. അവർക്ക് കുടുംബത്തിൽ വസ്തുവകകൾ അവർക്ക് ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് അവരെ കുടുംബ സ്വത്തുക്കൾ, ഈ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെയും കുടുംബ സ്വത്തുക്കൾ വിഹിതം വെച്ച് അതിലൊരു ഓഹരി പണമായിട്ടോ വസ്തുവായിട്ടോ വീടായിട്ടോ ഒക്കെ കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ സമയത്ത് ആസ്മ, ശ്വാസം മുട്ടൽ പോലുള്ള അസുഖങ്ങൾ വരുന്നതിനും ഈ കുട്ടിക്ക് സാധ്യതയുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള ഉത്ര നക്ഷത്രക്കാർക്ക് ഒരു ചെറിയ സർജറിയും കൂടി നടക്കാം. ചില രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള മോശമായ പ്രവൃത്തികളാണെങ്കിൽ പോലീസ് പരാതി, കോടതി നടപടികൾ ഉണ്ടാകാനും വിദ്യാഭ്യാസം തടസ്സപ്പെടാനും സാധ്യത കാണുന്നുള്ളത് കൊണ്ട് ശ്രദ്ധിക്കുക. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം കാണുന്നു. അതായത് ബുദ്ധിയും ആലോചിച്ച് ബുദ്ധിപരമായും ആലോചനാശേഷിയോടും കൂടി വേണം ഓരോ കാര്യങ്ങൾ അവർ തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിൽ പല രീതിയിലുള്ള ധനനഷ്ടം വരാം. ചില ആപത്തുകൾ വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് എന്ത് കാര്യത്തിലായിരുന്നാലും ഇത് വളരെ സാമ്പത്തിക ചെലവുള്ള കാര്യവും അല്ലെങ്കിൽ മറ്റുള്ള വലിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് വളരെയധികം ആലോചിച്ച് വേണം ഒരു തീരുമാനം നിങ്ങൾ എടുക്കാൻ. പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്. ഈ സമയം വിദ്യാഭ്യാസം നിങ്ങൾക്ക് നല്ല രീതിയിൽ നടക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. നല്ല രീതിയിൽ വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും അതുപോലെ നല്ല തൊഴിൽ ലഭിക്കുന്നതിനും ഇഷ്ടപ്പെട്ട ഒരു ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും എല്ലാം സാധ്യതയും കൂടിയുള്ളൊരു സമയമാണ്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച അതിൽ ചില ഉത്ര നക്ഷത്രക്കാർക്ക് ഞാൻ മുൻകാലങ്ങളിൽ പറഞ്ഞതുപോലെ കുറച്ച് ബുദ്ധിശൂന്യതയൊക്കെ ഉണ്ടാവേണ്ട ഒരു സമയമുണ്ട്. പക്ഷെ അത് ചിലർക്കാണ്. അവർക്ക് ഈ കാലങ്ങളിൽ നല്ലൊരു സമയമാണ്. ആ ദുരിതങ്ങളും മനസ്സിൻ്റെ പ്രയാസങ്ങളും എല്ലാം മാറിക്കിട്ടുന്നൊരു സമയമാണ്. ധാരാളം ഐശ്വര്യങ്ങളും ഗുണഫലങ്ങളും അവർക്ക് ലഭിക്കുന്നു. ബുദ്ധിക്ക് സ്ഥിരത വരുന്നു. നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കുന്നു. സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു നല്ല സമയമാണ് അവർക്ക് ഉള്ളത്. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് കുറച്ച് കരുതലോടെ ജീവിക്കേണ്ട ഒരു സമയമാണ്. കാരണം കള്ളപ്പരാതികൾ നിങ്ങളെക്കുറിച്ച് ഉണ്ടാവുകയും അത് പോലീസ് പരാതി നടപടികളൊക്കെ വരാനൊരു സാധ്യത കാണുന്നുണ്ട്. അത് കൂടുതലും
മാനഹാനിപരമായിട്ട് ഉള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ നിങ്ങളുടെ ഒരു കെണിയിൽപ്പെടുത്തി നിങ്ങൾക്ക് ഉള്ള ഇത് ശത്രുക്കളായിട്ടുള്ള ആൾക്കാർ നിങ്ങളെ ഒരു കെണിയിൽപ്പെടുത്തിയിട്ട് ചില ദോഷങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുകയായിരിക്കും നല്ലത് ഈ സമയത്ത്. അതുപോലെ ഇതിൽ ദമ്പതിമാർ രണ്ടുപേരും വേർപെട്ട് രണ്ട് സ്ഥലത്ത് താമസിക്കേണ്ട ഒരു സാഹചര്യവും കൂടിയും കാണുന്നുണ്ട്. അതായത് ഒരു സെപ്പറേഷൻ അവിടെ കാണുന്നുണ്ട്. അന്യദേശത്തേക്ക് പോകുന്നതിനും ഒരു സാധ്യതയുണ്ട്. 70 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. രോഗങ്ങൾ വരാം എന്നുണ്ടെങ്കിൽ തന്നെയും അതിന് തക്കതായ ചികിത്സ ലഭിക്കുന്നതിനാൽ അവർക്ക് സുഖപ്പെട്ട് കിട്ടുന്നു. മനസ്സമാധാനവും നല്ല ആരോഗ്യവും അവർക്ക് ലഭ്യമാകും. ധനവും ധാന്യങ്ങളും മറ്റ് ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കും. യാതൊരു തരത്തിലും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ജീവിതമായിരിക്കും അവർക്കുണ്ടാകുന്ന. മക്കളും കൊച്ചുമക്കളുമായി സന്തോഷപൂർവ്വം ജീവിക്കേണ്ട ഒരു യോഗവും കൂടി അവർക്ക് ഈ വയസ്സായ കാലത്ത് അവർക്ക് കാണുന്നുണ്ട്. ഇവിടെ ഞാൻ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ പൂജാപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന മെയ് മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.